2002 നവംബർ 6-ാം തീയതി എൻ്റെ ഓഫീസിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അന്ന് നോമ്പ് 1-ാം തീയതി നോമ്പ് 1 ആയതുകൊണ്ടാണ്. തുടർച്ചയായി 22 വർഷമായി ഗീത ചേച്ചി റമദാനിലെ 30 നോമ്പും അനുഷ്ഠിക്കുന്നു. ഇദ്ദേഹം കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് സ്വദേശിയാണ്. ആധാരം എഴുത്താണ് തൊഴിൽ. ഏതായാലും അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ഒരു വാർത്ത കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ വരികയുണ്ടായി. ആ വാർത്തയുടെ അല്പഭാഗം നമുക്കൊന്ന് കാണാം. തുടർച്ചയായ 22-ാം വർഷവും റമദാൻ വ്രതം നോൽക്കുന്നത് തുടരുകയാണ് തളിപ്പറമ്പിലെ ആധാരം എഴുത്തുകാരി ഗീത ഇളമ്പിലാൻ. റമദാനിലെ 30 ദിനങ്ങളിലും ഗീത നോമ്പ് നോൽക്കും. 2002 നവംബർ 6-ാം തീയതി എൻ്റെ ഓഫീസിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അന്ന് നോമ്പ് 1-ാം തീയതി നോമ്പ് 1 ആയതുകൊണ്ടാണ് അന്ന് തൊട്ടിട്ട് എല്ലാ വർഷവും നോമ്പെടുക്കുന്നുണ്ട്. ഓഫീസുമായി ബന്ധപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾ കൂടുതൽ വരുന്നതുണ്ട്. അപ്പോൾ അവരോട് ഒരു അനുഭവപൂർണ്ണം, പിന്നെ നമ്മളെ ഒരു ആരോഗ്യത്തിൻ്റെ സുരക്ഷ രണ്ടും കണക്കിലെടുത്താണ് നോമ്പെടുക്കുന്നത്. റംസാൻ എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളോടൊപ്പം തന്നെ മറ്റുള്ള ഇതര മതവിശ്വാസികളും കൂടി റംസാൻ വ്രതം അനുഷ്ഠിക്കുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. ഇതുപോലെയുള്ള നിരവധി പേർ റംസാൻ വ്രതം അനുഷ്ഠിക്കുന്നുണ്ട്, അതും വർഷങ്ങളായി. ഈ റംസാൻ വ്രതം എന്ന് പറയുമ്പോൾ മനസ്സിനും ശരീരത്തിനും കൂടി ഏറെ ഗുണം ചെയ്യുന്ന ഒരു ഇതാണല്ലോ, അനുഷ്ഠാനമാണ് റംസാൻ. എത്രയേറെ രോഗങ്ങളെ തടയപ്പെടും എന്നാണ് ഇപ്പൊ വൈദ്യശാസ്ത്രം തന്നെ കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു അജിയൻ ചേട്ടനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ കാണുകയുണ്ടായി. ഇതുപോലെയുള്ള നിരവധി പേർ റംസാൻ വ്രതം ഇസ്ലാം മത വിശ്വാസികളോടൊപ്പം നോക്കുന്നുണ്ട്. അതൊരു മതസൗഹാർദ്ദത്തിന്റെ ഭാഗമാണെങ്കിൽ തന്നെ ഇപ്പൊ ഗീതച്ചേച്ചി പറഞ്ഞതുപോലെ അവരുടെ മനസ്സിനും ശരീരത്തിനും ഏറെ ഗുണം ചെയ്യുന്ന ഒരു രീതി ആയതുകൊണ്ട് കഴിഞ്ഞ 22 വർഷത്തോളമായി കൃത്യനിഷ്ഠതയോടുകൂടി റംസാൻ വ്രതം അനുഷ്ഠിക്കുന്ന ഗീത ചേച്ചിക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഇനിയുള്ള വർഷങ്ങളിലും അതുപോലെ തന്നെ ഈ വർഷങ്ങളിലെ മുഴുവൻ നോമ്പും അതുപോലെ തന്നെ ഇനിയുള്ള വർഷങ്ങളിലെ എല്ലാ നോമ്പുകളും നോക്കാനുള്ള പിടിക്കാനുള്ള ശേഷിയും കരുത്തും സർവശക്തൻ തരട്ടെ എന്നും കൂടി ഇതോടൊപ്പം പ്രാർത്ഥിക്കുന്നു.